ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കേരള ലഞ്ച് മെനുവിലെ 16ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ചെറി ടൊമാറ്റോ ഉപയോഗിച്ചിട്ടുള്ള ഒരു രസമാണ്. ഇത് സാധാരണ തക്കാളി ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ബീൻസ് തോരൻ, പിന്നെ ചേമ്പ് ഫ്രൈ. പ്യുവർ വെജിറ്റേറിയൻ മീലാണ്. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് രസം ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ടൊരു മസാലപ്പൊടി ഉണ്ടാക്കണം. അതിന് ഞാൻ മല്ലി, ജീരകം, കുരുമുളക്, വെളുത്തുള്ളി ഇത്രയും ഒരു പാനിൽ ചേർത്തിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, വെറുതെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് ചൂടായി കഴിയുമ്പോൾ അതിനെ നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ തുവരപ്പരിപ്പ്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പ്രഷർ കുക്ക് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. അപ്പം ഞാൻ ഈ റെസിപ്പിയിൽ ചെറി ടൊമാറ്റോ ആണ് ഉപയോഗിക്കുന്നത്. ഈ ചെറിയ ടൈപ്പ് ടൊമാറ്റോ ഇപ്പോൾ എല്ലാ കടയിലും അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സാധാരണ തക്കാളി ഉപയോഗിച്ച് ഇതുണ്ടാക്കാം. അപ്പോൾ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമ്മൾ ചതച്ചെടുത്ത പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. സാമ്പാർ പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. അതിൻ്റെ ഒപ്പം പുളിവെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇതൊന്ന് നല്ലോണം ഒരു തള വരുന്നത് വരെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പം രസം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ അടച്ചു വെച്ചിട്ട് അടുപ്പത്ത് നിന്ന് ഇറക്കുക. ഇനി കുറച്ച് നെയ്യിൽ നമ്മൾ കടുകും ജീരകവും നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. മുളകൊന്ന് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ വറുത്തിട്ടത് നമുക്ക് രസത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നവരെ അടച്ചിട്ട് തന്നെ സൈഡിലേക്ക് വെക്കാം. അടുത്ത് നമുക്ക് ചേമ്പിന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ ഈ ചേമ്പ് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്തിട്ട് അതിന് ചെറിയ ചെറിയ വട്ട കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മസാല ഉണ്ടാക്കിയിട്ട് അതിൽ പുരട്ടാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ് ഇത്രയും ഞാൻ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു മസാല പേസ്റ്റ് പോലെ കുഴച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാല റെഡി ആകുമ്പോൾ നമുക്ക് ചേമ്പ് കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി കുറച്ച് നേരത്തേക്ക് അതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബീൻസ് തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒരു ചീനിച്ചട്ടിയിൽ. അതിലേക്ക് കുറച്ച് കടുകും ജീരകവും ചേർക്കാം. ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അത് പൊട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ചെറിയുള്ളിയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം തെളിച്ചിട്ട് ബീൻസ് നന്നായി കുക്കാവണ വരെ നമുക്കിതൊന്ന് അടുപ്പത്ത് വയ്ക്കാം.
അപ്പോൾ നമ്മുടെ ബീൻസ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർക്കാം. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ബീൻസ് തോരൻ റെഡിയാണ്. ഇനി നമുക്ക് ചേമ്പ് വറുത്തെടുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചേമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി വേവിച്ചതാണ്, വെറുതെ ഒന്ന് മുരിയിച്ചെടുക്കുക വേണ്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊക്കെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചേമ്പ് ഏകദേശം കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർക്കാം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് മുരിഞ്ഞ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേമ്പ് ഫ്രൈയും റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ വെജിറ്റേറിയൻ മെനു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ മെനു ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.